വഖഫ് ബോർഡിലെ അമുസ്ലിം അംഗങ്ങളുടെ നിയമന വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഉരുണ്ട് കളിച്ച് സർക്കാർ. അമുസ്ലിങ്ങളെ നിയമിക്കുമെന്ന മുൻ നിലപാട് സർക്കാർ തിരുത്തി. ബോർഡ് പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കണമെന്ന സർക്കാർ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ആദ്യം നിലവിലുള്ള ഒഴിവുകൾ നികത്താൻ നിർദ്ദേശിച്ച കോടതി അതിനായി 6 ആഴ്ച അനുവദിച്ചു. വഖഫ് നിയമ ഭേദഗതി പ്രകാരം വഖഫ് ബോർഡിൽ 2 മുസ്ലിങ്ങളെ നിയമിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച്. അമുസ്ലിങ്ങളെ നിയമിച്ച് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ അറിയിച്ചിരുന്നു. BJP-UDF ഡീൽ പുറത്തുവന്നതോടെ പ്രതിരോധത്തിലായ സർക്കാർ ഇന്ന് കോടതിയിൽ യു-ടേൺ അടിച്ചു. അമുസ്ലിങ്ങളെ നിയമിക്കുന്നതിൽ തീരുമാനം സുപ്രീം കോടതി വിധിക്ക് ശേഷമെന്നും വഖഫ് ബോർഡിൽ സങ്കീർണത സൃഷ്ടിക്കാനില്ലെന്നും അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ സർക്കാർ ഇതേ നിലപാട് സ്വീകരിച്ചപ്പോൾ കടുത്ത വിമർശനമായിരുന്നു അന്നത്തെ പ്രതിപക്ഷം ഉന്നയിച്ചത്. കഴിഞ്ഞ തവണ വിവാദ നിലപാട് സ്വീകരിച്ചപ്പോഴും ഇതല്ലാതെ മറ്റു പോംവഴിയില്ലെന്നായിരുന്നു സർക്കാരിൻ്റെ ന്യായീകരണം. എന്നാൽ മുൻ നിലപാടുകളിൽ നിന്നെല്ലാം മലക്കം പറഞ്ഞ് കോടതിയിൽ യു-ടേൺ അടിക്കുകയായിരുന്നു സർക്കാർ. ബോർഡിലെ ഒഴിവ് ആദ്യം നികത്തിക്കൂടെ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആരാഞ്ഞുവെങ്കിലും കൃത്യമായ മറുപടി പറഞ്ഞില്ല. എന്നാൽ നിലവിലുള്ള ബോർഡ് പുനഃസംഘടിപ്പിക്കണമെന്ന സർക്കാർ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെ ബുദ്ധിമുട്ടിക്കാനില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് മറ്റംഗങ്ങളെ നിയമിക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, കൊച്ചി.